السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നാം ഇന്ന് പഠനം ആരംഭിക്കുന്നത് ലോകത്ത് വളരെ പ്രസിദ്ധമായ ഇമാം നവവി റഹിമഹുല്ലയുടെ അൽ അർബഊന നവവിയ്യ എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇമാം നവവി റഹിമഹുല്ല പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം മുസ്ലിം ലോകത്ത് പ്രസിദ്ധനായ മഹാപണ്ഡിതനാണ്. ഷാഫഈ മദ്ഹബിലെ രണ്ടാം ഷാഫഈ എന്ന പേരിലാണ് ഇമാം നവവി റഹിമഹുല്ല പ്രസിദ്ധനായിരിക്കുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അബൂ സക്കരിയ യഹ്യ ബിനു ഷറഫ് അൻ-നവവി അഷ്ശാഫിഈ റഹിമഹുല്ലാ എന്നതാണ്. നവ എന്ന് പറയുന്ന സിറിയയിലെ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് എന്നതുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ട് നവവി എന്ന പേരിൽ ഇമാം നവവി റഹിമഹുല്ലയെ അറിയപ്പെടുന്നത്. ഹിജ്റ വർഷം 676 ജനിക്കുകയും 631 ജനിക്കുകയും 676 മരണപ്പെടുകയും ചെയ്തു. കേവലം 45 വയസ്സ് മാത്രമാണ് ഇമാം നവവി റഹിമഹുല്ല തൻ്റെ ജീവിതകാലം ഭൂമിയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ ഇമാം അവറുകൾ മുസ്ലിം ലോകത്തിന് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ വളരെയധികം വിപുലമായതാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും മുസ്ലിം ലോകത്ത് ഇൽമിയായി ധാരാളം സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഏതൊരു കർമ്മവും വളരെ ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരുന്നു എന്നുള്ളതിനാൽ ഉലമാക്കൾ പറയുന്നത് കാണാം.
അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം തന്നെ അള്ളാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം നബവി റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാത്ത മസ്ജിദുകൾ മുസ്ലിം ലോകത്തുണ്ടാവുകയില്ല. അതേപോലെ തന്നെ മുസ്ലിം വീടുകളിലും ഇമാം നബവി റഹിമഹുള്ളയുടെ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ ദിനേന എന്നോളം പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിലേക്ക് അറിയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ബർക്കത്താണ്, തൗഫീഖാണ് എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഓരോ മസ്ജിദുകളിലും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ മസ്ജിദുകളിലും ദിനേനയൊന്നോണം വായിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നാം ഇവിടെ പഠനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായ അൽ അർബഊന ഫീ മബാനിൽ ഇസ്ലാമി വഖവാഇദിൽ അഹ്കാം എന്നതായ ഗ്രന്ഥം. ഇതിന്റെ പേര് അൽ അർബഊന നവവിയ്യ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പൂർണ്ണമായ അതിന്റെ നാമം അൽ അർബഊന ഫീ മബാനിൽ ഇസ്ലാം വഖവാഇദിൽ അഹ്കാം എന്നാണ് ഇതിന്റെ പൂർണ്ണമായ പേര്. ഇതിന് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇമാം അവറുകൾ ഈ ഗ്രന്ഥത്തെ ചില ഹദീസുകൾ ക്രോഡീകരിച്ചിരിക്കുകയാണ് ഇതിൽ. അതിൻ്റെ പ്രത്യേകത ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ, അതേപോലെ തന്നെ കർമ്മകാര്യങ്ങളിൽ തന്നെ ഇബാദാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുആമലാത്തുകൾ, അവരുടെ കച്ചവട സംബന്ധമായ ഇടപാടുകൾ, അതേപോലെ തന്നെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ അവരുടെ ഒരു മുസ്ലിമിൻ്റെ മൻഹജ്, ഏത് വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ഖായിദകളാണ്, അടിസ്ഥാന തത്വങ്ങളാണ് ഇതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ബുഇസ്തു ബിജവാമിഉൽ കലിം, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ജവാമിഉൽ കലിമുമായിട്ടാണ്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ, ആ വാക്കുകൾ വളരെ ലളിതമായ ലഘുവായ പദങ്ങളായിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിൽ ധാരാളം മസ്അലകൾ, ഒരു മുസ്ലിമിൻ്റെ ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട ധാരാളം മസ്അലകൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രോഡീകരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് തുടങ്ങുന്ന ഹദീസ്, ഇത് ഒരു മനുഷ്യൻ്റെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ അധ്യായങ്ങളിലും ബന്ധമുള്ള ഒരു ഹദീസാണ്. ഇങ്ങനെ വളരെ ചുരുങ്ങിയ ലഘുവായ ചില പദങ്ങൾ, അതിൽ ധാരാളം അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് ജവാമിഉൽ കലീം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ജവാമിഉൽ കലിമുകൾ കൊണ്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വഹയ്കളിൽ പരിശുദ്ധ ഖുർആനാണ് ഇതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഖുർആനിൽ ഇതുപോലുള്ള ജവാമിഉൽ കലിമുകളുണ്ട്, അതേപോലെ തന്നെ ഹദീസുകളിലുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, ഇഹ്സാൻ കൽപ്പിച്ചിരിക്കുന്നു, വ ഈതാഇ ദിൽ ഖുർബാ, ബന്ധുക്കൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി, മ്ലേച്ഛകൃത്യങ്ങൾ, പാപങ്ങൾ, കുറ്റങ്ങൾ, അതിക്രമങ്ങൾ, ഇത് അള്ളാഹു നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വളരെ ചെറിയ പദങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ആയത്താണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം അൽ ഹസൻ റഹിമഹുല്ല പറഞ്ഞു, ലം തത്റുക് ഹാദിഹിൽ ആയത്തു ഖൈറൻ ഇല്ലാ അമർത് ബി, ഈ ആയത്ത് ഒരു നന്മയെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, അത് കൽപ്പിച്ചിട്ടല്ലാതെ. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യേണ്ട
സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ വേണ്ടുന്ന നന്മകൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലാ ശർറൻ ഇല്ലാ നഹത അൻ, ഒരു വിധത്തിലുള്ള ഷർറുകളും തിന്മകളുമില്ല ഈ ആയത്ത് അതിനെ തടഞ്ഞിട്ടല്ലാതെ. അപ്പോൾ ഇങ്ങനെ ചില സംക്ഷിപ്തമായ ചില വാക്കുകൾ, അതിൽ ധാരാളം അർത്ഥങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. അങ്ങനെയുള്ള വാക്കുകളാണ് ഇവിടെ ഇമാം നബവി റഹിമഹുല്ല ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നെ ജവാമിഉൽ കലിമുമായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജവാമിഉൽ കലിമുകൾ അഹ്ലുസ് സുന്നയുടെ ഉലമാക്കൾ പഴയകാലത്ത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം അൽ ഹാഫിദ് അബൂബക്കർ ഇബ്നു സുന്നി റഹിമഹുല്ലാ അൽ ഈജാസ് വജവാമിഉൽ കലിം മിനസ് സുനനിൽ മഅ്സൂറ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതുപോലെ അൽ ഖാദി അബൂ അബ്ദുല്ലാഹിൽ ഖുദാഇ റഹിമഹുല്ലാ അശ്ശിഹാബു ഫിൽ ഹികമി വൽ ആദാബ് എന്ന് പറഞ്ഞിട്ട് ഇതേ ശൈലിയിൽ ഒരു ഗ്രന്ഥം രചിച്ചത് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇമാം അൻ-നവവി റഹിമഹുല്ലയുടെ അൽ അർബഊൻ, ഇതിന്റെ അടിസ്ഥാനം ഉലമാക്കൾ വിവരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? ഇമാം അൽ ഹാഫിദ് അബൂ അംർ ഇബ്നു സലാഹ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു മജ്ലിസിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമൊത്തുള്ളതായ ഒരു മജ്ലിസിൽ 26 ഹദീസുകൾ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. 26 ഹദീസുകൾ. അൽ അഹാദീസുൽ കുല്ലിയ്യ എന്നാണ് അതിന് പേരിട്ടത്. കുല്ലിയായ ചില അഹാദീസുകൾ. കുല്ലിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് വളരെ ലഘുവായിരിക്കുന്ന ചില വാക്യങ്ങളായിരിക്കും അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, ധാരാളം മസ്അലകൾ അടങ്ങിയിട്ടുണ്ടാകും. ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം മസ്അലകൾ അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ 26 ഹദീസുകൾ ഇമാം ഇബ്നു സലാഹ് അബൂ അംർ റഹിമഹുല്ല തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഈ 26 ഹദീസിനോട് കൂടെ ഇമാം അൻ-നവവി റഹിമഹുല്ല 16 ഹദീസുകൾ കൂടി, 16 ഹദീസുകൾ കൂടി അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ 42 ഹദീസുകൾ ഇമാം നവവി റഹിമഹുല്ല ജംഅ ചെയ്തു, ക്രോഡീകരിച്ചു. ഇതാണ് അൽ അർബഊന അൻ-നവവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ഈ ഗ്രന്ഥത്തെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല, ഹംബലി മദ്ഹബിലെ വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഇതിലേക്ക് 8 ഹദീസുകൾ കൂടി ചേർത്തിട്ട് അതിനെ ഒന്നുകൂടി വിപുലീകരിച്ചു. അതിനെ വളരെ വിശാലമായി വളരെ സുന്ദരമായി ശർഹ് ചെയ്യുകയും ചെയ്തു. ജാമിഉൽ ഉലൂമി വൽ ഹികം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അപ്പൊ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അതിനെ 50 ഹദീസുകളായി വിപുലീകരിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ അത് സ്വീകാര്യയോഗ്യമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ധാരാളം കൈവഴികളിലൂടെ വന്നിരിക്കുന്ന ഒരു ഹദീസാണ്. 40 ഹദീസുകളെ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ചില ഹദീസുകളുണ്ട്. ഇതിൻ്റെ സനദ് നോക്കിയാൽ അതിന് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും അഹ്ലുസ് സുന്നയുടെ പഴയകാല ഉലമാക്കൾ മുതൽ ഇന്നോളം ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത മേഖലകളിൽ, വിശ്വാസകാര്യങ്ങളിൽ, കർമ്മകാര്യങ്ങളിൽ, സ്വഭാവ സംസ്കരണ വിഷയങ്ങളിൽ, അതേപോലെ തന്നെ ഓരോ മേഖലകളിലെയും വ്യത്യസ്തങ്ങളായ ഫുറൂകളിലും 40 ഹദീസുകൾ ക്രോഡീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അഹ്ലുസ് സുന്നയുടെ ഉലമാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ളതായ അവരുടെ ആവേശവും അവരുടെ താല്പര്യവും ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇമാം നവവി റഹിമഹുല്ല ഈ ഗ്രന്ഥത്തിൽ ഒന്നാമതായി കൊണ്ടുവരുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവർ രചിച്ചിരിക്കുന്നതായ, അവർ കൊണ്ടുവന്നിരിക്കുന്ന, റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രസിദ്ധമായ ഹദീസാണ്. ഓരോ മുസ്ലിമും അറിയുന്ന, ധാരാളം കേൾക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അൻ അമീരിൽ മുഅ്മിനീൻ അബൂ ഹഫ്സിൻ, അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ
ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ എന്ന് ആദ്യമായി നാമകരണം ചെയ്യപ്പെട്ടത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ലഖബാണ് അമീറുൽ മുഅ്മിനീൻ. അബൂ ഹഫ്സ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു കുനിയത്ത് അലമാണ്, അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഈ ഹദീസ് സ്വഹാബികളിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഉദ്ധരിക്കുന്നത്. മറ്റുള്ള സ്വഹാബികൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഹദീസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ സ്വലാത്ത് പറയുന്നതിൻ്റെ ഹുക്മ് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ടാൽ നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. സ്വലാത്തിന് രണ്ട് വിധികളാണ്. ഒന്ന് മുസ്തഹബാണ്, ഒരാൾക്ക് നിരന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കാം, വളരെയധികം പുണ്യമുള്ള ഒരു ഇബാദത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ളതായ സ്വലാത്ത്. ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഐച്ഛികമായി പറയുക എന്നുള്ളത് മുസ്തഹബാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ സ്വലാത്ത് പറയൽ നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ ബഖീലാണ്, അവൻ പിശുക്കനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിശുക്ക് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, വിടുതൽ ചെയ്യുന്നു. അതായത് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ചെലവ് കൊടുക്കൽ എന്താണ്, നിർബന്ധമായ കാര്യമാണ്. നിർബന്ധമായ ചെലവ് ചെയ്യുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുറവ് വരുത്തുന്നു. അതിനാണ് എന്തെന്ന് പറയുള്ളൂ, ബുഖൽ എന്ന് പറയുകയുള്ളൂ. ഐച്ഛികമായി ഒരാൾ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ കുറവ് വരുത്തുന്നതിന് ബഖീൽ എന്ന് പറയൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിർബന്ധമായ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്, പേര് പരാമർശിക്കപ്പെട്ടാൽ. അതുകൊണ്ടാണ് അവനെ ബഖീൽ എന്ന് എന്ത് ചെയ്തത്, പറഞ്ഞില്ല എങ്കിൽ ബഖീൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഹദീസുകൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുഹദ്ദിസീങ്ങൾക്ക് വലിയ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിലുണ്ട്. കാരണം ഓരോ ഹദീസുകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ധാരാളം പറയുകയാണ്. ഓരോ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോഴും നാം എന്ത് ചെയ്യുന്നു, സ്വലാത്ത് പറയുന്നു. ഒരു പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ 10 പ്രാവശ്യം എന്ത് ചെയ്യും, അവൻ്റെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നതാണ്. അതായത് മലായിക്കത്തിന്റെ അടുക്കൽ അള്ളാഹു അവനെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വലാത്ത് മറക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിശ്ചയമായും അമലുകളുടെ സ്വീകാര്യത, അമലുകളെ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഒരാൾ ചെയ്യുന്ന അമല്, അവന്റെ കർമ്മം, അത് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എപ്പോൾ മാത്രമാണ്? അവന്റെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഓരോ ആളുകൾക്കും അവരെന്താണോ ഒരു കർമ്മം ചെയ്യുമ്പോൾ കരുതുന്നത്, അവന്റെ മനസ്സിലുള്ള നെയ്യത്ത് എന്താണ്, അത് മാത്രമായിരിക്കും അവന് ലഭിക്കുക. അതിന്റെ പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ്. ഫമൻ, അപ്പോൾ ഒരാൾ, കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമായിരുന്നുവെങ്കിൽ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, എങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമായിരിക്കും. അപ്പോൾ ഒരാൾ ഹിജ്റ ചെയ്തപ്പോൾ ഇവിടെ ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നതായ അമൽ ഏതാണ്?
ഹിജറയാണ്. ധാരാളം അമലുകൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതിൽ ഹിജറയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദാഹരിച്ചിരിക്കുന്നത്. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം മുഅ്മിനീങ്ങൾ എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജറ ചെയ്തു. അതിന് വലിയ ശ്രേഷ്ഠതയായിരുന്നു. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത ഉയർത്താനും ഉണർത്താനും മറ്റുമാണ് എന്ത് ചെയ്യുന്നത്, അതിനെടുത്തു പറയുന്നത്. അപ്പോൾ ഒരാൾ ഹിജറ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. അതാണ് അവന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കണം. ഈ ഒരു ലക്ഷ്യത്തിനാണോ, ഈ ഒരു നിയ്യത്തിലാണോ ഒരാൾ ഹിജറ ചെയ്തത്, എന്നാൽ അവന്റെ ഹിജറ അതിന്റെ ലക്ഷ്യം എന്ത് ചെയ്യും? അവന് ലഭിക്കും. അള്ളാഹുവിന്റെ പ്രതിഫലം അവന് ലഭിക്കും. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ, എന്നാൽ ഒരാളുടെ ഹിജ്റ ദുനിയാവിന്റെ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. മദീന നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്, കൃഷി ധാരാളമുള്ള സ്ഥലമാണ്. മക്കയിൽ അങ്ങനെ കൃഷിയിടങ്ങളൊന്നുമില്ല. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ഹിജ്റ പോയപ്പോൾ അവന്റെ ലക്ഷ്യം അവിടെ പോയി കച്ചവടം ചെയ്യാം, കച്ചവടം ചെയ്ത് ധാരാളം സാമ്പത്തികമായി മുന്നേറാം എന്നുള്ള നെയ്യത്തിനാണ് ഒരാൾ ഹിജ്റ ചെയ്തത്. ലിദുനിയ യുസീബുഹ, ദുനിയാവ് കരഗതമാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിംറഅതിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഹിജ്റ പോയി, അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ പിന്നാലെ പോയതാണ് ഒരാൾ. എന്നാൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എങ്കിൽ അവന്റെ ഹിജ്റ അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ ചെയ്തത് അതായിരിക്കും. അതായത് അവൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ഹിജ്റ ചെയ്തതിന്റെ പ്രതിഫലം എന്ത് ചെയ്യൂല, അവന് ലഭിക്കുകയില്ല. അവന്റെ ലക്ഷ്യം എന്തായിരുന്നോ അതായിരിക്കും അവന് ലഭിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം റവാഹുൽ ബുഖാരിയും മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായ ഹദീസാണിത്. ഈ ഹദീസ് അതിൻ്റെ സ്വീകാര്യതയിൽ ഇത്തിഫാക്കുണ്ട് ഉലമാക്കൾക്ക്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ലാത്ത വിധം വളരെ പ്രസിദ്ധവും സ്വീകാര്യവുമാണ് ഈ ഹദീസ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഉലമാക്കൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഹാദൽ ഹദീസു സുലുസുൽ ഇൽമി, ഇൽമിന്റെ 1/3 ഈ ഹദീസിലുണ്ട്. ഇൽമിന്റെ 1/3 ഈ ഹദീസിലുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മനസ്സിൽ ഉള്ള കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ ദീൻ നാവ് കൊണ്ടുള്ളതായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് ദീൻ, ഇതാണ് ഇൽമ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ അതിൽ മനസ്സുമായി ബന്ധപ്പെട്ട ഖൽബിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹദീസാണ് ഏത്? ഈ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഇത് എന്താണ്, സുലുസുൽ ഇൽമ്, ഇൽമിന്റെ പകുതിയാണ്, ഇൽമിന്റെ 1/3, ഈമാനിന്റെ 1/3 ഇത് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, വയദ്ഖുലു ഫീ 70 ബാബൻ ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ 70ഓളം അധ്യായങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹദീസ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്. എന്നാൽ മറ്റു പല ഫുഖഹാക്കളും പറഞ്ഞത് 70 അധ്യായങ്ങളിലല്ല. ഫിഖ്ഹിന്റെ ഏത് അധ്യായങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ അഖീദയുടെ ഏത് അധ്യായങ്ങൾ എടുത്തോ, ഏത് വിഷയം എടുത്തോ, അതിലെല്ലാം തന്നെ എന്തുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസുമായിട്ട് അതിനെന്തുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക് പ്രസിദ്ധമാണ്, ശ്രേഷ്ഠകരമാണ് ഈ ഹദീസ്. അതുകൊണ്ട് ഇതിന്റെ വിശദീകരണം തന്നെ വാള്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല ഉലമാക്കളും രചിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹയുടെ ശിഷ്യനാണ്. 4 മദ്ഹബുകളിൽ ഒടുവിലത്തെ മദ്ഹബ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉസൂലുൽ ഇസ്ലാമി അലാ 3 അഹാദീസ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം 3 ഹദീസുകളുടെ മേലാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസാണ്. അൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ളതാ ഈ ഹദീസാണ്. രണ്ടാമത്തേത് ഹദീസ് ആയിഷ
ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നുള്ള ഹദീസാണ്. അത് നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ ശേഷം ഉദ്ധരിക്കപ്പെടാൻ പോകുന്ന ഹദീസാണ്. മൂന്നാമത്തേത് ഹദീസു നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്നുള്ള ഈ ഗ്രന്ഥത്തിൽ തന്നെ വീണ്ടും പരാമർശിക്കുന്ന മറ്റൊരു ഹദീസാണ്. ഈ മൂന്ന് ഹദീസുകളുടെ മേലാണ് ദീനിന്റെ മൊത്തം എന്ത് അടിസ്ഥാനം. ഇതിൽ കിടന്നിട്ടാണ് ദീൻ കറങ്ങുന്നത് തന്നെ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളം ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അമലുകളുടെ സ്വീകാര്യത, അമലുകളുടെ പരിഗണനീയത, അല്ലെങ്കിൽ അതിന്റെ മഖ്ബൂലത്ത്, അതിന്റെ സ്വീകാര്യത, അതിന്റെ ഖബൂലിയത്ത്, ഇത് ബിന്നിയ്യാത്ത് നിയ്യത്തുകൾ കൊണ്ടാണ്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അമല് സ്വീകാര്യയോഗ്യമായി തീരുക. അതായത് അൽ അഅമാലു സ്വാലിഹത്തുൻ ബിന്നിയ്യാത്ത് എന്നർത്ഥം. അല്ലെങ്കിൽ അൽ അഅമാലു മുഅ്തബിറത്തുൻ ബിന്നിയ്യാത്ത് മഖ്ബൂലത്തുൻ ബിന്നിയ്യാത്ത്. അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, അമലുകളെ പരിഗണിക്കപ്പെടുന്നത്, അമലുകൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഒരു വിഭാഗം ഉലമാക്കൾ അതിന് നൽകിയിരിക്കുന്നതായ വ്യാഖ്യാനം. അപ്പൊ ഇവിടെ ചില അമലുകളുണ്ട്, ആ അമലുകൾ നിയ്യത്ത് ആവശ്യമില്ലാത്തതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ അവന്റെ വസ്ത്രത്തിൽ നജസ് പുരണ്ടു. നജസ് പുരണ്ടു കഴിഞ്ഞാൽ അതിന് വൃത്തിയാക്കൽ എന്താണ്? നിർബന്ധമാണ്. അതിന് വൃത്തിയാക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണോ? നിർബന്ധമില്ല. അത് ബാബു തുറൂക്കാണ്, ഉപേക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അധ്യായമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിയ്യത്ത് നിർബന്ധമായ കാര്യമല്ല. അങ്ങനെ ചില കാര്യങ്ങൾ എന്തുണ്ട്, ഒഴിവുണ്ട്. എന്നാൽ അവിടെ അവന് നിയ്യത്ത് ചെയ്താൽ എന്തുണ്ട്, പുണ്യമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഹദീസ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. എന്നാൽ ചില ഉലമാക്കൾ ഏത് വിഷയങ്ങളിലും, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം സകലതും ആർക്കുള്ളതാണ്? അല്ലാഹുവിനുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ശരിയായ നിയ്യത്താണ് എങ്കിൽ അത് മുഖേന എന്തുണ്ടാവും? അത് അമലാക്കി തീർക്കാം, അത് ഇബാദത്താക്കി തീർക്കാം എന്നുള്ളത് ഈ ഹദീസ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠവുമാണ്. ഇവിടെ നിയ്യത്തുകൾ രണ്ട് അർത്ഥത്തിൽ ഉലമാക്കൾ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന്? ഒന്നാമത് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്, ഇബാദാത്തുകൾ വ്യത്യസ്തങ്ങളായ ഇബാദാത്തുകൾ ഉണ്ടാവും. ഇബാദാത്തുകളെ ഒന്നിനെ വേറൊന്നിൽ നിന്ന് വേർതിരിക്കാൻ എന്താവശ്യമാണ്? നിയ്യത്ത് ആവശ്യമാണ്. ഒരാൾ നമസ്കരിക്കുന്നു, ദുഹർ നമസ്കരിക്കുന്നു. ദുഹറും അസ്റും തമ്മിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? വേർതിരിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അസ്റും മഗ്രിബും തമ്മിൽ വേർതിരിയേണ്ടതുണ്ട്. ഫർളായ നമസ്കാരവും സുന്നത്തായ നമസ്കാരവും തമ്മിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? വേർതിരിയേണ്ടതുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളുണ്ട്. ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നമസ്കാരമുണ്ട് അവിടെ. അതല്ല എങ്കിൽ റവാത്തിബ് നമസ്കാരം ഉണ്ടാകും. അല്ലെങ്കിൽ ഫർളായിരിക്കും ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുക. അപ്പൊ ഏത് നമസ്കാരമാണ് ഞാൻ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? വേർതിരിച്ച് മനസ്സിലാക്കാൻ എന്ത് വേണം? നിയ്യത്ത് വേണം. ഇതാണ് നിയ്യത്തിന്റെ ഒരു തലം. മറ്റൊന്ന്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു നിയ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാൻ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ദീൻ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. ഇതിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം? അള്ളാഹുവിന്റെ വജ്ഹാണോ? അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കലാണോ? അതല്ല ഭൗതികമായ ഏതെങ്കിലും നേട്ടമാണോ? ഇവിടെ ഇതിന് വേർതിരിക്കുന്നതും എന്ത് തന്നെയാണ്? നിയ്യത്ത് തന്നെയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന നിയ്യത്തിന് ഇഖ്ലാസ് എന്നാണ് പ്രത്യേകം എന്ത് ചെയ്തിരിക്കുന്നത്
ഉലമാക്കൾ പേരിട്ടിരിക്കുന്നത്. ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ നിയ്യത്തിന് അല്ലെങ്കിൽ ഇഖ്ലാസിന് വ്യത്യസ്തങ്ങളായ പേരുകൾ, അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദ്ദേശം എന്നുള്ള അർത്ഥത്തിൽ ധാരാളമായതിൽ കാണാം. തുരീദൂന അറദദ് ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ദുനിയാവിന്റെ വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നു, അല്ലാഹു ആകട്ടെ ആഖിറമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു, ഉദ്ദേശിക്കേണ്ടത് എന്താണ്? ആഖിറത്തിലുള്ള വിജയമാണ്. അപ്പോൾ അവിടെ നിയ്യത്തിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? അല്ലാഹു അത് മുഖേന ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയാത്തുകളിൽ ഈ ഇത് വിവക്ഷ വരുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മർദാത്തിനെ, തൃപ്തിയെ തേടിക്കൊണ്ടുള്ളതായ കർമ്മങ്ങൾ, അതവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇതിന്റെ ഈ നിയ്യത്ത് ശരിയാക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളക്കണക്കിന് ഹദീസ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഇതിൽ വായിച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ട് ചില പ്രസക്തമായത് മാത്രം വായിക്കുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അക്സറ ശുഹദാഇ ഉമ്മത്തി ലഅസ്ഹാബുൽ ഫുറുഷ്. എൻ്റെ ഉമ്മത്തിലെ ധാരാളം രക്തസാക്ഷികൾ, ശുഹദാക്കൾ, അവർ അവരുടെ വിരുപ്പിൽ കിടന്ന് മരിക്കുന്നവരായിരിക്കും. രക്തസാക്ഷികൾ ഈ ഉമ്മത്തിൽ ധാരാളമുണ്ട്. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്നവരുണ്ട്, അതല്ലാത്തവരുമുണ്ട്. എൻ്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ അധികവും എവിടെ കിടന്ന് മരിക്കുന്നവരായിരിക്കും? വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരായിരിക്കും. വറുബ്ബ ഖതീലിൻ ബൈന സഫൈനി അല്ലാഹു അഅലമു ബിനിയ്യതി. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ ഉദ്ദേശം അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അവൻ ഷഹീദാകണമെന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദാകുന്ന ചിലപ്പോൾ ആരായിരിക്കാം? നല്ല നെയ്യത്തോടെ ഷഹാദത്ത് വരിക്കാൻ ഉദ്ദേശിക്കുന്ന, നല്ല നെയ്യത്തുള്ള വിരിപ്പിൽ കിടന്നു വരിക്കുന്നവനാകാം. അപ്പോൾ നെയ്യത്തിന്റെ പ്രാധാന്യം അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ റസൂൽ യഹ്യ ബിൻ അബീ കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, തഅല്ലമു അന്നിയ്യ. നിയ്യത്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സലഫുകൾ ഈ വിഷയത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് നിയ്യത്ത് പഠിക്കുന്നതിനെ കുറിച്ച്. ഫഇന്നഹാ അബ്ലഗു മിനൽ അമൽ. അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അമൽ ഏതാണ്? നിയ്യത്ത് പഠിക്കലാണ്. നിയ്യത്ത് പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു അമലാണ്. സെയ്ദ് ബിൻ അൽ യാമി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നി ലഉഹിബ്ബു അൻ തകൂന ലീ നിയ്യത്തുൻ ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഫി ത്വആമി വശറാബ്. എല്ലാ കാര്യങ്ങളിലും ശരിയായി നെയ്യത്തുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വരെ. അദ്ദേഹം തന്നെ പറയുന്നത് കാണാം, ഇൻ ഫീ കുല്ലി ഷൈഇൻ തുരീദുഹു അൽ ഖൈർ. ഏത് പ്രവൃത്തി നീ ചെയ്യുന്നുണ്ടോ അതിലെന്ത് ചെയ്യുക? ഖൈറിനെ നെയ്യത്ത് ചെയ്യുക. ഹത്താ ഖുറൂജക ഇലൽ കുനാസ. നീ നിന്റെ വീട്ടിലെ മാലിന്യങ്ങൾ ഏതെങ്കിലും മാലിന്യ ബോക്സിൽ, വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാൻ വീട്ടിൽ നിന്ന് പുറപ്പെടാണ്, അതും ചെയ്തോ നെയ്യത്ത് നീ ഉദ്ദേശിച്ചു കൊള്ളുക. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, മാലജതു ഷൈഅൻ അഷദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലൈ. നെയ്യത്തിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്തതുപോലെ വേറെ ഒന്നിനും പണിയെടുത്തിട്ടില്ല. അത് ഇടക്കിടക്ക് എന്ത് ചെയ്യും? ഹൃദയത്തിൽ ഇങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കും. സലഫുകൾക്ക് ഇബാദാത്തുകൾ ചെയ്യാൻ ഒരു മടിയുമില്ലായിരുന്നു. ധാരാളം ഇബാദാത്തുകൾ അവർ ചെയ്യുമായിരുന്നു. പക്ഷെ അവർ പറയും, പക്ഷെ നെയ്യത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ധാരാളം കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. യൂസുഫ് ഇബ്നു അസ്ബാത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞു, തഖ്ലീസുൻ നിയ്യത്തി മിൻ ഫസാദിഹാ അശദ്ദു അലൽ ആമിലീന മിൻ തൂലിൽ ഇജ്തിഹാദ്. വളരെ ദീർഘമായി ധാരാളം പരിശ്രമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കഠിനമേറിയതെന്താണ്? നിയ്യത്ത് ഇഖ്ലാസുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. ഇബ്നു മുബാറക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, റുബ്ബ അമലിൻ സ്വഗീരിൻ തുഅള്ളിമുഹു നിയ്യ. ചിലപ്പോൾ ചെറിയ ചില അമലുകളായിരിക്കും, വളരെ നിസ്സാരമായിരിക്കും. പക്ഷേ ആ അമലുകൾ നെയ്യത്തിന്റെ കാരണത്താൽ വലിയ മഹത്വമുള്ള അമലുകളായി മാറും. ഒരാൾ തന്റെ സഹോദരനെ കണ്ടു പൊന്നിച്ചിരിച്ചു. വളരെ ലഘുവായ, സമ്പത്ത് മുടക്കേണ്ടതില്ലാത്ത, സമയം ചെലവഴിക്കേണ്ടതില്ലാത്ത, അധ്വാനമില്ലാത്ത ചെറിയൊരു അമലാണ്. പക്ഷെ അവൻ നല്ല നെയ്യത്തിലാണോ എങ്കിൽ എന്തുണ്ട്? അതിന് വലിയ പ്രതിഫലമുണ്ട്.
വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എന്നാൽ ചിലപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമൽ ഏറ്റവും വലിയ അമലായിരിക്കും. ജിഹാദ് ചെയ്യുന്നു, ചില ഹദീസുകളിൽ കാണാം അതിന്റെ ഗൗരവം. ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ആളുകളിൽ ഒന്നാമത് ആരാണ്? ജിഹാദ് ചെയ്ത് മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. കാരണം നിയ്യത്ത് ശരിയല്ല. അല്ലെങ്കിൽ ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, ലക്ഷങ്ങൾ മുടക്കിയാണ്, ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്, 30-40 ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, ആരോഗ്യം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ നിയ്യത്ത് ശരിയായില്ല. അവിടെ പോയിട്ട് സെൽഫി എടുക്കുക എന്നുള്ളതായിരുന്നു. പല പല പോസുകൾ എന്ത് ചെയ്യുന്നു, കാബയുടെ ഇന്ന വശത്ത് അവിടെ പോയി ഇവിടെ പോയി എല്ലായിടത്തും പോയി എന്ത് ചെയ്യുക, സെൽഫി എടുക്കുക, നാട്ടുകാരെ കാണിക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അതെന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ. അപ്പോ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെറിയ അമലായിരിക്കാം, പക്ഷെ എന്തുണ്ടാവും, അത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഫലമുള്ളതാകും. വേറെ ചില ആളുകൾ ചെയ്യുന്ന അമലുകൾ വലിയ അമലുകളായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ, പക്ഷെ അതെന്തായി തീരും, വളരെ നിസ്സാരമായി ചുരുട്ടിയെറിയപ്പെടുന്നതായി തീരുന്നതാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇബ്നു അജ്ലാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസ്ലുഹുൽ അമലു ഇല്ലാ ബിസലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ അമലുകൾ ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഒന്ന് അത്തഖ്വാ ലില്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ടായിരിക്കണം അമൽ ചെയ്യേണ്ടത്. വന്നിയ്യത്തുൽ ഹസന, രണ്ടാമത്തെ കാര്യം ശരിയായ നിയ്യത്തായിരിക്കണം. മൂന്നാമത്തേത് വൽ ഇസ്വാബ, സുന്നത്ത് അനുസരിച്ചായിരിക്കണം അമല് നിർവഹിക്കപ്പെടേണ്ടത്. ഇത് 3ഉമില്ലാതെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോ ഒരാളുടെ അമലിന് സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തനുസരിച്ചാണ്. അതിന് ലഭിക്കപ്പെടുന്ന പ്രതിഫലം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാനവ അവൻ എന്താണോ കരുതിയത് അതാണ് അവന് പ്രതിഫലമായിട്ട് നൽകപ്പെടുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെയാണ് എന്ത് ചെയ്തത്, ഉപമിച്ചത്. ഹിജ്റ നല്ല ലക്ഷ്യത്തിലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും, അതിന് പ്രതിഫലം നൽകപ്പെടും. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ശിർക്കിന്റെ നാടിൽ നിന്ന് അല്ലെങ്കിൽ ഭയപ്പാടുള്ള നാടിൽ നിന്ന് സുരക്ഷിതത്വമുള്ള നാട്ടിലേക്ക്, ശരിയായ വിശ്വാസം നിലനിർത്താൻ, ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇസ്ലാമിന്റെ നാട്ടിലേക്ക്, സുരക്ഷിതത്വമുള്ള നാട്ടിലേക്ക് എന്ത് ചെയ്യുക, സ്വന്തം നാട് വിട്ടു പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇതൊരു വലിയ പ്രതിഫലമായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇല്ലാതെയായിട്ടുണ്ട് മക്ക ഫതഹോടുകൂടി. എന്നാൽ ഖിയാമത്ത് നാൾ വരെയും ഹിജ്റ നിലനിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിലേക്ക് നിർബന്ധമായി ഹിജ്റ പോയിരിക്കണം. വേറെ ചില സ്ഥലങ്ങളിൽ നിന്ന് പോകല് സുന്നത്തായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അതിന്റെ വിധി അനുവദനീയമായിരിക്കും. ചില സമയങ്ങളിൽ അതിന്റെ വിധി നിഷിദ്ധമായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരു നാട് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ആളുകൾ ജീവിച്ചിരുന്ന ഒരു നാടാണ്. അവിടെ ശരീഅത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു, ശത്രുക്കൾ കീഴടക്കി അവരെ. അവിടെ ഇപ്പോൾ ഭരണം ശത്രുക്കളുടേതാണ്, അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് വിരുദ്ധമായതാണ്. അങ്ങനെയുള്ള നാടുകളിൽ ഇസ്ലാഹ നടത്തുക എന്നുള്ളത്, അവിടെ നിന്നുകൊണ്ട് ആളുകളിൽ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ്. നാട് വിട്ടുപോകുക എന്നുള്ള ഹറാമാണ് എന്ന് ചെയ്തിട്ട് ചില ഉലമാക്കൾ പറയുന്നത്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ഉണ്ടാവും, വ്യത്യാസമുണ്ടാകും. ഹിജ്റ ചില സ്ഥലങ്ങളിൽ പുണ്യകരമായിരിക്കും, വേറെ ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും, അത് നിഷിദ്ധമായി മാറുകയും ചെയ്യും. ഏത് കാര്യത്തിലും ഇത് പാലിക്കണം. ഒരാളെ ഇൽമു പഠിക്കുകയാണ്, അതിന്റെ ലക്ഷ്യം നന്നായി തീരേണ്ടത്. ഹിജ്റയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബൽ ഇൽമ ലിയുമാരി ബിഹി സുഫാ, ഒരാൾ ഇൽമു പഠിച്ചു, ഇൽമിൽ കുറവുള്ള ആളുകളുമായിട്ട് സുഫാക്കളുമായിട്ട് ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ആളുകളുടെ കൂടെ അഭിമാനത്തോടെ അവിടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ ഇന്നിലേക്ക് ആകർഷിക്കപ്പെടണം, ഇതിനു വേണ്ടിയിട്ടാണ്, അദ്ഖലഹുല്ലാഹുന്നാർ, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് അമലിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ബശ്ശിർ ഹാദിഹിൽ ഉമ്മത ബിസ്സനാഇ വൽരിഫഅ വദ്ദീനി വത്തംകീനി ഫിൽ അർദ്, ഈ ഉമ്മത്തിന് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക, അവർക്ക് ഉയർച്ചയുണ്ടാകും, അവർക്ക് ദീനിൽ വലിയ
തംകീനുണ്ടാകും, നല്ല രീതിയിലുള്ള സ്വാധീനം ഉണ്ടാകും ഭൂമിയിൽ, അവരുടെ ദീനിന് വളരെ വളർച്ചയുണ്ടാകും. അതേപോലെ തന്നെ ഫമൻ ആമില മിൻഹും, എപ്പോഴാണത് ഉണ്ടാവുക? ഇഖ്ലാസ് ശരിയായിത്തീരുന്നാൽ. ഫമൻ ആമില മിൻഹും അമലൽ ആഖിറത്തി ലിദ്ദുനിയ, ആരെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ ദുനിയാവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്താൽ, നിയ്യത്ത് ശരിയല്ലാതെ ചെയ്താൽ, ലം യകുൻ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ അവർക്ക് യാതൊരുവിധ ഓഹരിയും ലഭിക്കുന്നതല്ല. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇവിടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇതിലുള്ള ഹദീസുകളെല്ലാം തന്നെ ജവാമിഉൽ കലിമകളാണ്, ചില ഖായിദകളാണ്, അടിസ്ഥാന തത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ, നമുക്ക് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചില ഖായിദകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഖായിദ അൽ ഉമൂറു ബിമഖാസിദിഹ എന്ന ഈ ഹദീസിന്റെ വാക്യം തന്നെയാണ്. അതായത് കാര്യങ്ങൾ എന്താണോ അവന്റെ ലക്ഷ്യം അതിനനുസരിച്ചാണ് എന്ത് ചെയ്യപ്പെടുക, തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഖായിദ. അതിനുശേഷം ഇതിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലുണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇബാദാത്തുകളെ മറ്റുള്ള ഇബാദാത്തുകളിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരാൾ ഇബാദാത്തുകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇതെല്ലാം മഹ്വൻ തീർത്തും ഇബാദാത്ത് ആയ അമലുകളാണ്. ഇവിടെ ഒരാളുടെ നിയ്യത്ത് ശരിയല്ല എങ്കിൽ അത് കേവലം ആദത്തുകളായി മാറും. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇബാദാത്തുകളുണ്ട്, മറ്റൊന്നുണ്ട് ആദാത്തുകളുണ്ട്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ 24 മണിക്കൂറും ഇബാദത്താക്കി മാറ്റാനുള്ള പണിയാണ് പറഞ്ഞിരുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പണി രണ്ട് വിധമാണ്. ഒന്ന് ഇബാദാത്തുകൾ ഉണ്ടാകും, മറ്റൊന്ന് ആദാത്തുകൾ ഉണ്ടാവും. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനെ ഇബാദത്തായിട്ട് തന്നെ ബിദ്ദാത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആൻ പാരായണം, അദ്കാറുകൾ, ഇതെല്ലാം തന്നെയാണ് ഇബാദാത്തുകൾ തന്നെയാണ്. ആദാത്തുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ചെരുപ്പ് ധരിക്കുന്നു, ഭാര്യയുമായിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, ഇതെല്ലാം എന്താണ്? ആദാത്തുകളാണ്. ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവന്റെ നിയ്യത്ത് ശരിയാവിധമല്ലേ എങ്കിൽ അതെന്തായി മാറും? അത് കേവലം ആദത്തായി മാറും. അതിന് പ്രതിഫലം ഉണ്ടാവില്ല. അത് വെറുതെ തിന്നുന്നത് പോലെ കുടിക്കുന്നത് പോലെ ആയിരിക്കും, യാന്ത്രികമായ ചില ചലനങ്ങളായിരിക്കും. ഒരാൾ ആദാത്തുകൾ ചെയ്യുന്നു, ഈ ആദാത്തുകൾ ചെയ്യുമ്പോൾ അവന്റെ നിയ്യത്ത് ശരിയാണോ എങ്കിൽ എന്തുണ്ടാകും? അത് ഇബാദത്തായി മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് വീട്ടിൽ റൂമിലിരിക്കുകയാണ്, അവൻ ജനൽ തുറന്നിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല കാറ്റ് കിട്ടാൻ. കാറ്റ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് എന്ത് ചെയ്തു? ജനൽ തുറന്നിട്ടു. അതെന്താണ്? കേവലം ഒരു ആദത്താണ്, അതിന് പ്രതിഫലമൊന്നുമില്ല. ഒരാൾ ജനൽ തുറന്നിട്ടു, വിൻഡോ തുറന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് കേൾക്കണം എന്നുള്ള നെയ്യത്തിനാണ്. എന്നാൽ ആ പ്രവൃത്തി എന്തായി മാറി? ഇബാദത്തായി മാറി. ഒരേ പ്രവൃത്തി തന്നെയാണ്. ഒരാൾ ചെയ്തത് വെറും ആദത്താണ്, പ്രതിഫലമൊന്നുമില്ല. വേറൊരാൾ ചെയ്തെന്തായി മാറി? ഇബാദത്തായി മാറി. അതുകൊണ്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ നൽകുന്ന ഒരു ഖായിദയാണ്, ലാ സവാബ വലാ ഇഖാബ ഇല്ലാ ബിന്നിയ്യ. പ്രതിഫലത്തിനാകട്ടെ ശിക്ഷയാകട്ടെ അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലവും ശിക്ഷയും ചെയ്യപ്പെടുക, തീരുമാനിക്കപ്പെടുക. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കും തന്നെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അനുഗ്രഹവുമില്ല, തന്റെ അത്യുന്നതനായ റബ്ബിന്റെ വജ്ഹ് കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഒഴികെ അതിന് മാത്രമേ എന്തുള്ളൂ? പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. മറ്റൊരായത്തിൽ കാണാം, ഇന്നക, മറ്റൊരു ഹദീസാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്.
അത് വളരെ പ്രാധാന്യമേറിയതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക തുൻഫിഖു നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്. നീ ഒരു സമ്പത്ത് ചെലവഴിക്കുന്നു. ചിലപ്പോ 1 രൂപയായിരിക്കാം, 50 പൈസയായിരിക്കും, എത്ര കുറഞ്ഞതാകട്ടെ. അത് ചെലവഴിച്ചപ്പോൾ നിന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ വജ്ഹാണ്. എന്നാൽ ഇല്ലാ ഉജിർത ബിഹാ, അതുകൊണ്ട് നിനക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടല്ലാതെ ഇല്ല. ഹത്താ മാ തജ്അലു ഫീ ഫമിംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാണെങ്കിലും ശരി. അല്ലാഹു അക്ബർ, എത്ര സുന്ദരമാണ് നോക്ക്. നീ നിന്റെ ഭാര്യയ്ക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണെങ്കിലും, നീ ചെലവഴിക്കുന്ന എന്തുമാകട്ടെ, അള്ളാഹുവിന്റെ വജ്ഹ് നീ അതിൽ കാക്ഷിച്ചോ, അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഒരു ദിവസം എത്ര രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഭാര്യമാർക്ക്, മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ടാവും. ഒരു മാസത്തെ കണക്കെടുത്ത് എത്രയോ ചെലവഴിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിക്കുന്നുണ്ടോ? പ്രതിഫലമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. അതല്ലെങ്കിൽ കേവലം അത് ആദത്താണ്. പക്ഷെ നീ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ഇബാദത്താണ്. അവർക്ക് സന്തോഷം കൊടുക്കുക, ഭാര്യമാർക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് നാം ചെലവഴിക്കുന്നത്. എങ്കിൽ അത് പ്രതിഫലമുണ്ട്. ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ചെരുപ്പ് ധരിക്കുന്നു, വിശ്രമം എടുക്കുന്നു, ഏത് പ്രവൃത്തിയാകട്ടെ, നീ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് ഇബാദത്താണ്. അതിൽ നിനക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവും മുഴുവൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. ഇത് ഒരു വിശ്വാസി ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസ് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫായിദയും അത് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് നേടിയെടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ്. നിയ്യത്ത് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഇബാദാത്തുകൾ ഏത് പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്ന് കരുതലാണ്. അത് കരുതിയില്ലെങ്കിൽ ആ ഇബാദത്ത് ശരിയാവുകയില്ല. നമസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇന്ന നമസ്കാരമാണെന്ന് കരുതണം, നിർബന്ധമായിട്ടും കരുതിയിരിക്കണം, അല്ലെങ്കിൽ ആ നമസ്കാരം ശരിയാവുകയില്ല. നോമ്പെടുക്കുമ്പോൾ ഇന്ന നോമ്പാണെന്ന് കരുതേണ്ടതുണ്ട്. സക്കാത്തും അങ്ങനെ, ഹജ്ജും, ഏത് കർമ്മവും അങ്ങനെ തന്നെ. അതിന് നിയ്യത്തു ഈഖാഇൽ അമൽ എന്നാ പറയുന്നത്. ഇന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് കരുതൽ. ഇത് ഫുഖഹാക്കളാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടതാണ്. നിയ്യത്തുൽ മഅമൂലില, എന്തിനാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്തത് എന്നതാണ് അതിന്റെ അടിസ്ഥാനം. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് എന്റെ ലക്ഷ്യം? അള്ളാഹുവിന്റെ പ്രതിഫലമാണോ? ഇത് വിശ്വാസികൾ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് തമ്മിൽ, ഈ 2 നിയ്യത്തുകളും തമ്മിൽ എന്തുണ്ട്? ചില വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരാൾ നമസ്കരിക്കുന്നതിന് മുമ്പ് ഇശാ നമസ്കരിക്കാൻ പോകുന്നു, ഇശാ ആണെന്ന് കരുതിയില്ല, ആ നിയ്യത്ത് ശരിയായില്ല, എന്ത് സംഭവിക്കും? നമസ്കാരം ശരിയാവുകയില്ല. ആ നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അവനത് മുഖേന ശിർക്ക് സംഭവിച്ചോ? കുഫറിൽപ്പെട്ടോ? ഇല്ല, ഒന്നും പെട്ടിട്ടില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഇഖ്ലാസ് എന്നുള്ള നിയ്യത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ എന്ത് സംഭവിക്കും? അവന് ശിർക്ക് സംഭവിക്കും. ഏറ്റവും കുറഞ്ഞത് ചെറിയ ശിർക്കെങ്കിലും സംഭവിക്കും. നിയ്യത്തിനനുസരിച്ച് ചിലപ്പോ വലിയ ശിർക്കിലേക്ക് വരെ എന്ത് ചെയ്യാം? ഒന്നുപെടാം. ശിർക്ക് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അവന്റെ അമലുകൾ മുഴുവനും ബാത്തുലാകും. അവൻ ചെയ്തിരിക്കുന്ന അമാലുകൾ മുഴുവനും ബാത്തുലാകും. നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും സകലതും ബാത്തുലാവും. അപ്പോ ഈ 2 നിയ്യത്തുകളിൽ ഏത് നിയ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇഖ്ലാസ് എന്നുള്ള നിയ്യത്തിനാണ്. ഇത് പലപ്പോഴും ആളുകൾ അശ്രദ്ധയിലാണ്. നമസ്കാരത്തിന് നിന്ന ചില ആളുകൾ കാണാം, ഇമാമ് കൈകെട്ടി ഫാത്തിഹ പാരായണം ചെയ്ത് സൂറത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പോഴും ചില ആളുകൾ നിയ്യത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വസ്വാസുകൾ ചൊല്ലിരിക്കും.
ഉസല്ലി ഉസല്ലി ഉസല്ലി. ഇത് നാവ് കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഷൈത്വാനിന്റെ പണിയാണ്. ഷൈത്വാൻ ഈ പറയുന്ന എന്താണ്, ഏത് അമലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള നെയ്യത്ത് ശരിയാക്കാൻ ആ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കും. അതിനു വേണ്ടിയിട്ട് ഒരാൾ ധാരാളം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇഖ്ലാസ് എന്നുള്ള നെയ്യത്തിന് എന്ത് ചെയ്യും? ഷൈത്താൻ മറപ്പിച്ചു കളയും. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ ശിർക്ക് സംഭവിക്കും. മറ്റേ നെയ്യത്ത് നഷ്ടപ്പെട്ടാൽ എന്തേ ഉള്ളൂ? നമസ്കാരം ബാത്തിലാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഷൈത്താൻ എപ്പോഴും പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇഖ്ലാസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഒരാളുടെ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതും അതിന്റെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ്. 100 ആളുകൾ ഒരു ജമാഅത്തായി നമസ്കരിക്കുന്നു. എല്ലാവരും ഒരേപോലെയാണ് അവരുടെ ബാഹ്യമായ ഇടപാടുകൾ. എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രതിഫലം ഒന്നാണോ? ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾക്ക് നൽകപ്പെടുന്ന 10-1, വേറെ ചില ആളുകൾക്ക് 9-1, 8-1, 7-1, 6-1, 5-1, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ഫ് 2-1 വരെയും പറഞ്ഞു. എന്താണ് ഇങ്ങനെ വ്യത്യാസപ്പെടാനുള്ള കാരണം? അവരുടെ മനസ്സിന്റെ നെയ്യത്തനുസരിച്ച് കൊണ്ടാണ്. നെയ്യത്തനുസരിച്ച് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇഖ്ലാസ് നേടിയെടുക്കാൻ വിശ്വാസികൾ നന്നായി കിണഞ്ഞു പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് ചില മാർഗങ്ങൾ ഉലമാക്കൾ പറഞ്ഞിരുന്നുണ്ട് നെയ്യത്ത് ശരിയാക്കാൻ. അതിൽ ഒന്നാമത്തെ മാർഗം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഒരാൾക്ക് നെയ്യത്ത് ശരിയാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. നിരന്തരം അള്ളാഹുവിന്റെ സഹായം ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, അതിന് നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. നിന്റെ സഹായം ഉണ്ടെങ്കിൽ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഏറ്റവും ചൊവ്വായി നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ, ശുക്ർ ചെയ്യാൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇത് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ ഏത് അമൽ ചെയ്യുമ്പോഴും ആ അമൽ ചെയ്യുന്നതിന് മുമ്പും ശേഷവുമെല്ലാം അവന്റെ മനസ്സിൽ അവൻ കൊണ്ടുവരണം, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ അറിയുന്നുണ്ട്, അള്ളാഹു എന്നെ കേൾക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിലുള്ളത് വരെയും അള്ളാഹു അറിയുന്നുണ്ട്. ഞാൻ എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹ്ക്കറിയാം. ഞാൻ എന്തിനാണ് എന്റെ പണി ചെയ്യുന്നത്? ഇത് നന്നായി അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പലപ്പോഴും ആളുകൾ അവരുടെ കർമ്മങ്ങൾ ശരിയാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ കാണും എന്നുള്ള അർത്ഥത്തിലാണ്. ജനങ്ങൾ എങ്ങനെ എന്നെ വിലയിരുത്തും എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇത് പറ്റിയ അബദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, യസ്തഖ്ഫൂന മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ കാണാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. അള്ളാഹുവിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നില്ല. അള്ളാഹു ആകട്ടെ അവരുടെ കൂടെ തന്നെയുണ്ട്. അപ്പോ അള്ളാഹു അറിയുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധം ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടാണ്. ഇൽമു പഠിക്കുന്നു എന്തിനാണ്? അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. 5 നേരം നമസ്കരിക്കുന്നു എന്തിനാണ്? അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, എല്ലാത്തിനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പൊ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കലുണ്ട്, അള്ളാഹ് കൽപ്പിച്ചു എന്നുള്ളതിനാലാണ് ഞാനിത് ചെയ്യുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട് എന്നതിനാലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ബോധമുണ്ടോ എന്നാണ് നമ്മൾ ചെയ്യണത്. ഇതേപോലെ തന്നെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹു നമസ്കരിക്കാൻ മാത്രമല്ല കൽപ്പിച്ചത്, പിന്നെ എന്തിനു കൂടിയിട്ടാണ്? ഇഖ്ലാസ് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമസ്കാരത്തിൽ ഇഖ്ലാസ് നിർബന്ധമാണ്. നോമ്പിൽ, സകാത്തിൽ, സ്വതഖയിൽ, ഹജ്ജിൽ, ഉംറയിൽ എവിടെയും ഇഖ്ലാസ് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നോമ്പെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇഖ്ലാസും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് തന്നെ ഇഖ്ലാസും അതിൽ വേണം. ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ
അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടേയില്ല. എന്തിനല്ലാതെ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടിയിട്ട്. അപ്പൊ ഇബാദത്ത് ചെയ്യാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഇഖ്ലാസോടെയാണ്. ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇഖ്ലാസ് അനുഷ്ഠിക്കലും ആരുടെ കൽപ്പനയാണ്? അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മറ്റൊരായത്തിൽ കാണാം, ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. നബിയെ താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, ഞാൻ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും. എപ്രകാരമാണ്? മുഖ്ലിസൻ ലഹു ദീനി, എന്റെ ഇബാദത്തുകൾ അല്ലാഹുവിന് ഇഖ്ലാസായിട്ട് സമർപ്പിക്കുന്നവനായിട്ട്. അപ്പൊ ഇബാദത്തും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്ലാസും എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് ഏത് ഇബാദത്തിൽ നമ്മുടെ മനസ്സിൽ വേണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമസ്കാരം വീട്ടുക എന്നുള്ളതല്ല. പല ആളുകളും ദുഹർ നമസ്കരിക്കൽ എൻ്റെ മേൽ ബാധ്യതയാണ്, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അസറിന്റെ മേൽ ബാധ്യതയാണ്, ആ ബാധ്യത നിറവേറ്റുന്നു. ഇതേപോലെ ബാധ്യതയാണ് എന്തും ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതും ബാധ്യതയാണ്. മുഖ്ലിസായി കൊണ്ടായിരിക്കണം ഏത് അമലും ചെയ്യേണ്ടത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഈ കൽപ്പന പാലിക്കൽ നിർബന്ധമാണ് എന്ന ബോധം ചെയ്യണം, ഹൃദയത്തിൽ കൊണ്ടുവരൽ അനിവാര്യമാണ്. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാന്ത്രികതകളിൽ നിന്ന് മാറി ജീവനുള്ള ആത്മാവുള്ള ഇബാദത്തുകൾ ഒരാൾക്ക് അനുഷ്ഠിക്കാൻ അപ്പോഴേ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിരന്തരം മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്, ആരെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ അമൽ ബാത്തുലാകുമെന്നുള്ളത് മാത്രമല്ല, അമൽ ബാത്തുലായി എന്നുള്ളതിനേക്കാൾ അപ്പുറം അവൻ ചെയ്തിരിക്കുന്ന ആ അമൽ മുഖേന അവന്റെ മേൽ ശിക്ഷിക്കപ്പെടും. ചിലപ്പോൾ ധാരാളം പണം ചെലവഴിച്ച് ചെയ്ത ഇബാദത്തായിരിക്കും. ലക്ഷങ്ങൾ കൊടുക്കണം ഹജ്ജിന് പോകണമെങ്കിൽ, ഉംറക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ സക്കാത്ത് ധാരാളം സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. ആരോഗ്യം ധാരാളം ചെലവഴിക്കേണ്ട, പരിശ്രമങ്ങൾ വേണ്ട ഇബാദത്തുകളുണ്ട്. ചെയ്തിരിക്കുന്ന അമലുകൾക്ക് കൂലിയില്ല എന്ന് മാത്രമല്ല, പിന്നെന്താണ്? ശിക്ഷയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ, ഒരു ആയത്തിൽ കാണാം, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ. ആരെങ്കിലും തന്റെ അമാലുകളിൽ ദുനിയാവിനെയാണ് ഇഷ്ടപ്പെട്ടത്, ഉദ്ദേശിച്ചത്, അതിന്റെ അലങ്കാരത്തെയാണ് അവൻ ഇഷ്ടപ്പെട്ടത്, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ. ദുനിയാവിൽ അതിനുള്ള പ്രതിഫലം കൊടുക്കും. അവനെ കുറിച്ച് ആളുകൾ പറയും, അവൻ ധാരാളം ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവൻ ഉദാരനാണ്, അവൻ ഹജ്ജ് ചെയ്യുന്നവനാണ്, അവൻ മുജാഹിദാണ്, ധാരാളം അവനെ കുറിച്ച് പറയും. അവൻ നല്ല ഇൽമുള്ളവനാണ്, നല്ല കാര്യമാണ് ഒക്കെ പറയും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ഇവിടെ ഒന്നും കുറയ്ക്കൂല, ഇവിടെ അല്ലാഹു നന്നായിട്ട് കൊടുക്കും ദുനിയാവിൽ. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. അങ്ങനെയുള്ളവർക്ക് ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സ്വനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തിരിക്കുന്ന അമലുകൾ മുഴുവനും എന്ത് ചെയ്തു? ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിന് ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ആദ്യമായി 3 ആളുകൾ കൊണ്ടുവരപ്പെടും. അതിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ധീരത കൊടുത്ത, കായിക ശേഷി കൊടുത്ത മനുഷ്യനാണ്. അവൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അവന്റെ അനുഗ്രഹങ്ങൾ അവനോട് ഓർമ്മപ്പെടുത്തുന്നതാണ് ആഖിറത്തിൽ. അവൻ പറയും, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിത്വം വരിച്ചു. അല്ലാഹുവിനോട് പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ യുദ്ധം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിഅൻ യുഖാല ജരീഉൻ, നീ ധീരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പറയപ്പെട്ടിട്ടുണ്ട്. അവന്റെ മൂർധാവിൽ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവനെ വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്, എത്ര പ്രധാനപ്പെട്ട അമലാണ്. പല ഹദീസുകളിൽ കാണാം, നബി ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് എന്ന് പല ഹദീസുകളിലും ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പ്രവൃത്തിയാണെന്ത്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ശ്രേഷ്ഠകരമാണ്. ഒരാൾ അതിനുവേണ്ടി പുറപ്പെട്ടു, അവന്റെ സമ്പത്ത് ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, ആരോഗ്യം ചെലവഴിച്ച്, അങ്ങനെ അവൻ ഒടുവിൽ മരണപ്പെട്ടു. പക്ഷേ നെയ്യത്ത് ശരിയായിട്ടില്ല എന്നുള്ള കാരണത്താൽ എന്ത് ചെയ്യും? അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ജീവൻ തന്നെ ത്യജിച്ചവനാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമു പഠിച്ചയാളാണ്. അള്ളാഹു അവന് ധാരാളം അറിവ് കൊടുത്തു, ഖുർആൻ പാരായണത്തിനുള്ള കഴിവ് കൊടുത്തു. അവൻ ധാരാളം ഖുർആൻ പാരായണം ചെയ്തു, ഇൽമു പഠിച്ചു, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. നാളെ ആഖിറത്തിൽ അവൻ എന്ത് ചെയ്യും? അത് ബോധ്യപ്പെടുത്തും.
അവൻ പറയും, അല്ലാഹുവേ ഞാൻ ഇൽമു പഠിച്ചു, ജനങ്ങൾക്കത് പഠിപ്പിച്ചു, ഖുർആൻ ഓതി. അല്ലാഹുവിനോട് പറയും, കദബ്ത, നീ പറഞ്ഞ കളവാണ്. നീ ഇൽമു പഠിച്ചത് നീ ആലിമാണെന്ന് ജനങ്ങൾ പറയാനാണ്. നീ ഖുർആൻ പാരായണം ചെയ്തത് നീ ഖാരി ആണെന്ന് ആളുകൾ പറയാനാണ്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ثم أمر فيه فصوحب على وجهه حتى ألقي في النار. അവന്റെ മൂർധാവിൽ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. വളരെ ശ്രേഷ്ഠമാണ്, ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് കാണാം. ഇൽമു പഠിക്കുന്നത്. പക്ഷെ അവന്റെ നിയ്യത്ത് ശരിയായില്ല, അവന്റെ ലക്ഷ്യം മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അപകടമാണ്. അത് മുഖേന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടും. വേറൊരു മനുഷ്യൻ ധാരാളം സമ്പത്ത് കൊടുത്തു, അല്ലാഹു ധാരാളം ചെലവഴിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഏത് മേഖലയിൽ ചെലവഴിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം ചെലവഴിച്ചു എന്നാണ്. പക്ഷെ ആഖിറത്തിൽ അവനെയും കൊണ്ടുവരപ്പെടും. അവൻ പറയും, അല്ലാഹുവേ ഏതേത് മാർഗത്തിൽ നീ ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാഹുവിനോടും പറയും, നീ പറഞ്ഞത് കളവാണ്, നീ ഉദാരനാണ്, സ്വതക്ക ചെയ്യുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തത്. അവനെ എന്ത് ചെയ്യും? നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യം ഓർത്തു നോക്ക്. നമസ്കാരത്തിൻ്റെ പേരിൽ, സക്കാത്തിൻ്റെ പേരിൽ, ഇൽമിൻ്റെ പേരിൽ, ജിഹാദിൻ്റെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ കഷ്ടപ്പാടിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് നെയ്യത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്, വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരന്തരം മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്താണ്? സൃഷ്ടികൾക്ക് യാതൊരു ഉടമസ്ഥതയും അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സഹായിക്കാൻ, നിന്നെ ഉപദ്രവിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തിട്ടില്ല? ഒരു സൃഷ്ടിക്ക് കൊടുത്തിട്ടില്ല. നിനക്കെന്തെങ്കിലും നേട്ടം വേണോ? അള്ളാഹുവിന് സാധിക്കുകയുള്ളൂ. നിനക്കെന്തെങ്കിലും അപകടം ഉണ്ടാവണോ? ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിന്റെ തീരുമാനമാണ്. നീ ജനങ്ങളുടെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ബെനിഫിറ്റുകൾ, നേട്ടങ്ങൾ, പ്രയോജനങ്ങൾ ഇത് ലഭിക്കാനാണല്ലോ നീ നിന്റെ നെയ്യത്തിൽ കളങ്കമുണ്ടാക്കുന്നത്, വെള്ളം ചേർക്കുന്നത്. എന്നാൽ നീ അറിയുക, നിനക്ക് എന്ത് കിട്ടാനുണ്ടോ അള്ളാഹു തരണം. നീ ഏത് അപകടത്തിൽ രക്ഷപ്പെടാനുണ്ടോ അള്ളാഹു തരണം. ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളെ തന്നെ പഠിപ്പിക്കുമായിരുന്നു ഈ ഒരു തത്വം. ചെറിയ കുട്ടികളെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടി നിനക്കൊരു പ്രയോജനം ചെയ്യാൻ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് അനുകൂലമായി എന്ത് രേഖപ്പെടുത്തിയോ അതല്ലാതെ ഒരു നന്മയും ചെയ്യാൻ ആർക്കും സാധിക്കൂല. വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് സകലരും ഒരുമിച്ച് കൂടി. പക്ഷേ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അല്ലാഹു നിനക്കെതിരിൽ എന്ത് തീരുമാനിച്ചോ അതല്ലാതെ ഒരു ഉപദ്രവവും നിന്നെ ഏൽപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഇത് ചെറിയ സ്വഹാബിക്ക്, ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ നീണ്ടുന്നുണ്ട്, വരച്ചിടേണ്ടതുണ്ട്. അത് ഇഖ്ലാസ് ശരിയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നത് നമ്മുടെ അമലുകളുടെ വണ്ണം നോക്കിയിട്ടല്ല, പിന്നെയോ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസമായിരിക്കും ഖിയാമത്ത്. അവിടെ നിന്റെ ഉള്ളിലുള്ളതായ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുക. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് വെളിപ്പെടുത്തപ്പെടുന്ന ദിവസമാണ് ഖിയാമത്ത്. അതനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക? പ്രതിഫലം നൽകുക. അതുകൊണ്ട് മനസ്സ് നന്നാക്കുക, നിയ്യത്ത് നന്നാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സലഫുകളുടെ, സ്വഹാബികളുടെ, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. കെട്ടുകഥകളല്ല, ശരിയായ ഹദീസുകളിൽ വന്നിരിക്കുന്ന സ്വഹാബികളുടെ ചരിത്രങ്ങളുണ്ട്. താബിഈകളുടെ, തബഉ താബിഈങ്ങളുടെ ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് കേൾക്കുക, ഇത് പഠിക്കുക. ഇതിൽ ധാരാളം പാഠങ്ങളുണ്ട്. സലഫുകളിൽ ചിലർ അവർ രാത്രിയിൽ അധിക സമയങ്ങളിലും അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു, രാത്രി നമസ്കരിക്കുന്നവരായിരുന്നു. മുഹമ്മദ് ബിൻ ഖാസിം റഹിമഹുല്ലാ
അദ്ദേഹം ദീർഘനേരം വീട്ടിൽ അടച്ചിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയും, ഖുർആൻ പാരായണം ചെയ്ത്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം മുഖം കഴുകും, വസ്ത്രം മാറ്റും, കണ്ണിൽ സുറുമ എഴുതും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ കരഞ്ഞത് മറ്റാരും അറിയരുത്, ഞാൻ ഉറക്കമൊഴിച്ചത് എൻ്റെ കണ്ണിൽ നിന്ന് ആരും വായിച്ചെടുക്കരുത്, അതേപോലെ തന്നെ എൻ്റെ കണ്ണുനീർ ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങിയതിൻ്റെ അടയാളം ആരും അറിയരുത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു. സലഫുകളിൽ പലരും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കയറി വന്നാൽ ഖുർആൻ പെട്ടെന്ന് അടച്ചു വയ്ക്കും. ഞാൻ ഖുർആൻ ഓതുകയാണ് എന്ന് അദ്ദേഹം അറിയണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിൽ അമാലുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അമലുകൾ രഹസ്യമായി ചെയ്യുക എന്നുള്ളത്. എല്ലാ അമലുകളുമല്ല, രഹസ്യമായി ചെയ്യേണ്ട അമലുകൾ, അത് രഹസ്യമായി ചെയ്യുക എന്നുള്ളത് ഇഖ്ലാസ് നേടിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബുകൾ വീട്ടിൽ നിർവഹിക്കേണ്ടതുണ്ട്. വീട്ടിൽ റവാത്തിബുകൾ നിർവഹിക്കുന്നത് മുഖേന അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഖ്ലാസ് നേടിയെടുക്കാൻ സാധിക്കും. ഇത് പരിശീലിക്കേണ്ട കാര്യം തന്നെയാണ്. ഇഖ്ലാസ് നേടി 2 റക്അത്ത് നമസ്കരിച്ചു, നല്ല ശ്രദ്ധയിൽ നമസ്കരിക്കാൻ സാധിച്ചു. എന്തെങ്കിലും കുറവ് വന്നാൽ വീണ്ടും ചെയ്യുക, നമസ്കാരം ആവർത്തിക്കുക. ആവർത്തിച്ച് ഇഖ്ലാസ് പരിശീലിപ്പിച്ചിരിക്കുക. ആരും അറിയേണ്ടതില്ല, ഭാര്യമാര് പോലും അറിയേണ്ടതില്ല. സലഫുകളിൽ ധാരാളം ഉദ്ധരണികൾ ഉണ്ട്. അങ്ങനെ തൻ്റെ ഭർത്താവ് ഭാര്യ അരികിൽ കിടക്കുന്നുണ്ട്, ഭർത്താവ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് തലയിണകൾ നനയുമാറ് കരയുമായിരുന്നു. സലഫുകൾ ധാരാളം ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഈ രീതിയിൽ രഹസ്യമായ ഓരോ മനുഷ്യനും വേണ്ടതാണിത്. ഓരോ മനുഷ്യനും രഹസ്യമായ ഇബാദാത്തുകൾ വേണം, സ്വതക്കകൾ വേണം, നമസ്കാരങ്ങൾ വേണം, മറ്റുള്ളവർക്ക് സഹായങ്ങൾ വേണം. സലഫുകളിൽ പല ആളുകളും മരണപ്പെട്ടപ്പോഴാണ് ഫുഖറാക്കളായ മസാക്കീനുകളായ ചില ആളുകൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് സഹായം എത്തിച്ചിരുന്നത് ഇന്നയാളായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അവർ മരണപ്പെട്ടപ്പോഴായിരുന്നു എന്നാണ്. മരണപ്പെടുന്നത് വരെയും നിരന്തരം ആവശ്യക്കാരായ ആളുകൾക്ക് സേവനം ചെയ്യുമായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വിഷയത്തിൽ വലിയ മുൻപന്തിയിലായിരുന്നു. ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ നിഷ്കളങ്കമായി രഹസ്യമായി ആളുകൾക്ക് എന്ത് ചെയ്യുക? സേവനങ്ങൾ ചെയ്യുക, സ്വതക്കകൾ ചെയ്യുക. ഇതെല്ലാം ഇഖ്ലാസ് നേടിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇൽമ് നേടിയെടുക്കുക, ഇൽമ് പഠിക്കുക, ദീനിയായ സദസ്സുകളിൽ പങ്കെടുക്കുക, ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതെല്ലാം ഇഖ്ലാസും സുന്നത്തും നിയ്യത്തും നേരെയാക്കി എടുക്കുവാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല ഇവിടെ ഈ ഹദീസ് വളരെ പ്രസിദ്ധമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരു മനുഷ്യന്റെ ജീവിതവുമായി എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകൾ അനുസൃതമായി കൊണ്ടാണ് ഒരാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. അതനുസരിച്ച് കൊണ്ട് മാത്രമായിരിക്കും അവന് പ്രതിഫലം നൽകപ്പെടുന്നത്. ഇത് വിശ്വാസികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നാം ഷഅബാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ഷഅബാൻ. റമദാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം ഷഅബാനിൽ നടത്തൽ അനിവാര്യമാണ്. ഷഅബാനിൽ നോമ്പുകളിലൂടെ, അതേപോലെ തന്നെ സൽപ്രവർത്തികൾ ഖുർആൻ പാരായണത്തിലൂടെ, അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ റമദാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് ഷഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാനും നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اجعلنا مباركين أينما كنا. اللهم اجعلنا مباركين أينما كنا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك.